സഹൃദയരെ കലാസ്നേഹികളെ ദുരന്തർ 2 കണ്ട ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇത്ര നാൾ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ കാണുമ്പോൾ റിവ്യൂസ് ഒന്നും കാണാതെ, മെയിൻ റിവ്യൂവേഴ്സിന്റെ റിവ്യൂസ് ഒന്നും കാണാതെ പോയി കാണണമെന്ന ആഗ്രഹം. ഞാൻ അതുപോലെ മിക്ക റിവ്യൂസ് കാണുമ്പോൾ ഞാൻ സ്കിപ്പ് അടിച്ചു വിടുമായിരുന്നു. ഒന്നും ഞാൻ കണ്ടില്ല. ഇപ്പം ഞാൻ പോയി സിനിമ കണ്ടു. സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ പടം പീക്ക് ലെവൽ സിനിമയാണ്. ഇതിൻ്റെ കട്ട്, ഇതിൻ്റെ എഡിറ്റ്, ഇതിൻ്റെ മ്യൂസിക്, ഇതിലെ BGMs, ഇതിലെ പെർഫോമൻസ്, ഇതിലെ ഫൈറ്റ് സീൻസ് ഭയങ്കര ബ്രൂട്ടൽ ഫൈറ്റ്സ് ആണ്. എല്ലാം അടിപൊളിയാണ്. എന്നിട്ടും സെൻസർ ബോർഡ് എനിക്കൊന്നും ചില സീനുകളെ കട്ട് ചെയ്ത് പോയിട്ടെന്ന് തോന്നുന്നു. ഒരു സീനിൽ നമ്മൾ ISS നേതാവിനെ ലാസ്റ്റ് കൊല്ലുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ഒരു തവണ ഒരു കാലടിച്ച് നശിപ്പിച്ചിട്ട് സെക്കൻഡ് കാല് പിന്നീട് ഒരു ട്രെയിനിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ആ കാര്യം നശിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് ബ്രൂട്ടാലിറ്റി കാരണം മേ ബി അവർ കട്ട് ചെയ്തായിരിക്കും. രണ്ട് കാലും പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കാലേ സത്യം പറഞ്ഞാൽ കാണിക്കുന്നുള്ളൂ സിനിമയ്ക്കകത്ത്. സോ അതുപോലെ കുറേ സാധനങ്ങൾ ഇവർ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം അടിച്ച് മോന്തയൊക്കെ പൊളിയുന്ന സാധനങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഭയങ്കര ബ്രൂട്ടൽ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. രൺവീറിന് എനിക്കൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ നാഷണൽ അവാർഡിന് വേണ്ടി നോമിനേഷൻ ഒക്കെ ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഈ സിനിമയ്ക്കകത്ത് കിടപ്പുണ്ട്. ഇത് സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഇതിലെ BGM, ഇതിലെ കാര്യം, ഇതെല്ലാം പക്കയാണ്. ഈ പടം വേറെ ഒന്നും പറയില്ല. നമുക്ക് പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് വരുന്ന സിനിമയാണ്. നമുക്ക് ഗൂസ് ബംസ് വരും. നമുക്കൊരു രാജ്യസ്നേഹം നമുക്ക് ഉള്ളിൽ ഉണ്ടാക്കി തരും നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതൊരു സിനിമ, ഒരു ഇന്ത്യൻ സ്പൈ പാകിസ്ഥാനെ പോയി അവിടെ എല്ലാം അടിച്ച് നശിപ്പിച്ച് എല്ലാവരെയും കൊല്ലുന്ന, ടോപ്പ് ലെവലിൽ വരെ ഉള്ള എല്ലാവരെയും കൊല്ലുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിനകത്ത് നടക്കുന്ന ഒരു 20% കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം. ബാക്കി 20% കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കേണ്ട. ഇനി ഒരു അതർ സൈഡ് സിനിമയ്ക്കകത്ത് ഇതിനകത്തൊരു പ്രൊപ്പഗണ്ട കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മോദി സർക്കാരിനെ, ഭരിക്കുന്ന പാർട്ടിനെ വെളുപ്പിക്കാനായിട്ട് വെളിച്ചത്തിൽ തന്നെ ഇതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഡീമോണിറ്റൈസേഷൻ ചെയ്തേക്കുന്നതിൻ്റെ റീസൺ എന്തോന്നടേ, ഈ 60,000 കോടി പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കാരണമാണ് ഒരു ഡീമോണിറ്റൈസേഷൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ അതിനെ വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ UP നടന്ന ഒരു 2 ഗുണ്ടകളെ കൊലപാതകമുണ്ട് പബ്ലിക്, അതിനെ വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവർ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് ഭരിക്കുന്ന സർക്കാരിനെ സുഖിപ്പിക്കുന്ന രീതിയിലും അവരെ വെളുപ്പിക്കുന്ന രീതിയിലും ഒക്കെ ഉള്ള ഒത്തിരി പ്രൊപ്പഗണ്ട ഈ സിനിമയ്ക്കകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത സാധാരണ മനുഷ്യർ, ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തെ പറ്റിയൊന്നും അധികം അങ്ങനെ ചിന്തിക്കാത്ത, വോട്ടിടാൻ വേണ്ടി മാത്രം പോകുമ്പോൾ രാഷ്ട്രീയം നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോദി സർക്കാരിനോടുള്ളൊരു പ്രണയം അല്ലെങ്കിൽ ഒരു സാധനം തോന്നും. കാരണം അമ്മാതിരി രീതിക്ക് ഈ സിനിമയ്ക്കകത്ത് കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ത്യ പുതിയ ഇന്ത്യയാണെന്നും ഈ സർക്കാർ ഇങ്ങനെയാണെന്നും കോൺഗ്രസിന്, അതായത് കോൺഗ്രസ് സർക്കാരിനെ മോശമാക്കി പറയുന്ന ഒരു സാധനമുണ്ട്. അവർക്ക് തീവ്രവാദ ബന്ധം ഇൻഡയറക്ട്ലി അവർ പറയുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് മോദി സർക്കാർ, ചായ്വാല എന്ന് പറഞ്ഞ മോദി സർക്കാരിനെ കളിയാക്കുന്നുണ്ട്, തീവ്രവാദി നേതാവിൻ്റെ അച്ഛൻ. അപ്പോൾ ആ പുള്ളി പറയുന്നത് നിങ്ങളുടെ പാർട്ടി തന്നെ വരും എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടത് കോൺഗ്രസ് പാർട്ടിയാണ് ഇത്ര നാൾ വന്നുകൊണ്ടിരുന്നത്, അവരെ പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഈ തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സാധനം കൊണ്ടുവരികയും മോദി സർക്കാർ വരുമ്പോൾ അതിനൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തിയായിട്ട സാധനമുണ്ട്. അതൊക്കെ സിനിമയ്ക്കകത്ത് എടുത്തിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതിനെ അങ്ങ് പുഷ് ചെയ്ത് മോദി സർക്കാരിനെ വെളുപ്പിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സിനിമ വഴി ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം ഈ സിനിമ പീക്കാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാം. സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ ഓത്തായിരിക്കും. കിട്ടില്ല സിനിമ.